UDF ഭരിക്കുന്ന കാസർഗോഡ് നഗരസഭാ ഓഫീസിന് പുതുതായി നിർമ്മിച്ച മതിലിന് പച്ച പെയിന്റ് അടിച്ചത് വിവാദമായി മാറുകയാണ്. മുസ്ലിം ലീഗ് ഭരിക്കുന്നത് കൊണ്ട് നഗരസഭയുടെ മതിലിന് പച്ച കളറിലുള്ള പെയിന്റ് അടിച്ചെന്നാണ് CPM പറയുന്നത്. പച്ച പെയിന്റ് അടിക്കാൻ ഇതെന്താ പാകിസ്ഥാൻ ആണോ എന്ന് CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഹനീഫ ചോദിക്കുകയും ചെയ്തു. ഇതല്ലേ RSSകാരനെ കുറിച്ച് നിങ്ങളും പറയുന്നത്? പച്ച പെയിന്റ് അടിച്ച വേറെ ഏതെങ്കിലും ഒരു മതിൽ ഈ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും കാണാനാകുമോ? ഈ നാട്ടിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് മുസ്ലിം ലീഗ് എന്നും ഹനീഫ ആരോപിച്ചു. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ 70% ഭരിക്കുന്നത് CPMന്റെ പ്രതിനിധികളാണ്. ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചുവന്ന പെയിന്റ് അടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിന് പൈസ തരണമെങ്കിൽ നിങ്ങൾ കാവി പെയിന്റ് അടിക്കുമെന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് തുല്യമായി കാസർഗോഡ് നഗരസഭയിലെ മുസ്ലിം ലീഗുകാർ മാറുകയാണെന്നും ഹനീഫ അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് നഗരസഭാ കാര്യാലയത്തിന് പുതിയ കവാടം അടുത്തിടെയാണ് നിർമ്മിച്ചത്. ഏതാണ്ട് 8 അടി ഉയരമുള്ള ചുറ്റുമതിലോട് കൂടിയാണ് പുതിയ കവാട നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത്. ചുറ്റുമതിലും കവാടവും 8 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗമാണ് നിർവഹിച്ചത്. നിങ്ങൾക്ക് ഉണ്ടുറങ്ങാനുള്ള അവസരം കേരളത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് CPM ഉള്ളതുകൊണ്ടാണെന്ന് ഓർക്കണമെന്നും ഹനീഫ പറഞ്ഞിരുന്നു. നഗരസഭയിലേക്ക് വ്യാജ വോട്ടുകൾ ചേർത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ മുസ്ലിം ലീഗ് നീക്കം നടത്തുന്നു എന്നാരോപിച്ച് CPM നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് ഹനീഫ. ഇത് ലീഗുകാരുടെ അപ്രമാദിത്വമാണ്. നാട്ടിൽ വർഗീയ ചേരിതിരിവ് ഒരുക്കാനുള്ള സാഹചര്യമാണ് അവർ ഒരുക്കുന്നതെന്നും മുഹമ്മദ് ഹനീഫ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും വോട്ട് ചേർക്കാൻ നൽകിയ അവസരം മുതലെടുത്ത് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റാൻ മുസ്ലിം ലീഗ് ശ്രമിച്ചെന്ന് ആരോപിച്ചായിരുന്നു CPIMന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ നീക്കമാണെന്നും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം തന്നെ നടത്തണമെന്നും ആവശ്യപ്പെട്ട് KM മുഹമ്മദ് ഹനീഫ കളക്ടർക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. കാസർഗോഡ് നഗരസഭയിലെ 22, 24 വാർഡുകളിലാണ് 100-ലധികം അപേക്ഷകൾ 2 ദിവസത്തിനുള്ളിൽ എത്തിയത്. ഇതേ അപേക്ഷകൾ മുൻപ് ഹിയറിംഗിന് ശേഷം തള്ളിക്കളഞ്ഞതുമാണ്. അവരുടെ പേരുകളാണ് വീണ്ടും അപേക്ഷയിൽ എത്തിയിട്ടുള്ളത്. ഹിയറിംഗ് മാത്രമല്ല, ഉദ്യോഗസ്ഥർ നേരിട്ട് പ്രദേശം സന്ദർശിച്ച് ഇവർ സ്ഥിരതാമസക്കാരല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇവരുടെ അപേക്ഷകൾ തള്ളിയത്. ഇപ്പോൾ നൽകിയ അപേക്ഷയിൽ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തങ്ങളുടെ വരുതിയിൽ എത്തിക്കുകയാണ് മുസ്ലിം ലീഗുകാരുടെ ലക്ഷ്യമെന്നും CPM ആരോപിക്കുന്നു. തങ്ങൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കളർ അല്ലെങ്കിൽ അവരുടെ കൊടിയുടെ കളർ അടിക്കാൻ നിന്നാൽ കേരളം ഒരു മഴവില്ല് പോലെയാകും. പച്ചക്കളർ ലീഗുകാർ അടിച്ചത് എന്ത് ഉദ്ദേശത്തോടെ ആണെങ്കിലും അത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് ചേരുന്ന ഒന്നല്ല.